എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് 14 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിൽ എത്തേണ്ട ഒരു കാര്യം എന്താണ്? 12 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിലേക്ക്. ഇപ്പൊ ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞങ്ങള് കേരളയിൽ കൊണ്ടുവരും. ഈ വന്ദേ ഭാരത് വന്നപ്പോ തന്നെ ഞങ്ങളന്ന് പറഞ്ഞു വന്ദേ ഭാരത് വന്നാൽ മതി, 495 വന്ദേ ഭാരത് ഇന്ത്യയിൽ വരുന്നുണ്ട്, അതിന്റെ ഡ്യൂസ് കേരളത്തിലേക്ക് ഇപ്പൊ എത്ര മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത്? 2.5 മണിക്കൂറിന്റെ എറണാകുളത്ത് വന്ദേ ഭാരത് വൈകുന്നേരം 4 മണിക്ക് കയറിയില്ല ഇല്ലേ? 6:30. ഇന്നലെ വന്നിരുന്നു അവിടെ പരിപാടി വരാൻ 1 മണിക്കൂർ സംസാരിച്ചിട്ട് പോയി. ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു, പത്രം വായിച്ചപ്പോഴാണ് അല്ല ഇന്നലെ നമ്മൾ അറിഞ്ഞല്ലോ ന്യൂസ്. അതായത് വേണാട് എക്സ്പ്രസ്സിൽ 2 പേര് കുഴഞ്ഞു വീഴുകളുണ്ടായി. ബോധം കെട്ടുകൊണ്ട് തിരക്ക് കാരണവും പിന്നെ മറ്റുള്ള ട്രെയിനിന് സുഖമായി പോകാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടുള്ള കാരണം കുഴഞ്ഞു വീഴുക. അതിൻ്റെ എല്ലാവർക്കും അറിയാവുന്നതാണ്, കുറേ കാലമായിട്ട് നടക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഈ സംഭവം. ഈ സാധനം ഇപ്പം ഇന്ന് പത്രത്തിലുണ്ട്, കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പത്രങ്ങൾ ഉണ്ടാക്കിയൊരു പൊതുബോധം ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച്, റെയിൽവേയെ കുറിച്ച്. വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, വേറെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ സുഖമായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പൊതുബോധം തീർത്തി ഈ പത്രക്കാർ തന്നെയാണ് നമ്മുടെ ഈ എന്താ പറയുക കേരളയിൽ നിന്നുള്ള കാര്യങ്ങൾക്ക് തുരങ്കം വെച്ച ആൾക്കാർ മെയിൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് സാർ അത് എന്ന് വെച്ചാല് നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ എത്രത്തോളം ക്രിമിനലിസമാണ് നടത്തുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം അന്ന സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാല് തൊഴിലാളി വിരുദ്ധമായ നടപടികൾ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള വസ്തുതയുടെ പുറത്ത് നിൽക്കുമ്പോൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ദൈവത്തിനെ അതാ പറയണേ. അപ്പോ നമ്മുടെ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് സ്വയമേവ എതിർത്ത് പറഞ്ഞില്ല. അവർക്കത് വേണ്ടാന്ന് അവർക്ക് നാട് നന്നാക്കിയിട്ട് എന്ത് കിട്ടാനാ? നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാല് ക്രിമിനൽ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്. കേരളയിൽ കിട്ടുന്ന ഒരു ആത്മനിർവൃതി ഉണ്ട്. നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫേസ്ബുക്കില് ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ അത്രയും വൃത്തികെട്ടൊരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയില് കേരളയിൽ പോലുള്ള പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ മിക്ക സംസ്ഥാനങ്ങളിലും 15 സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതെ, അർദ്ധ അതിവേഗ റെയിൽ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിന് തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ റോഡ് റെയിൽ ഗതാഗതം വർദ്ധിച്ചാൽ മാത്രമാണ് ഒരു നാടിന്റെ വികസനം സാധ്യമാവുള്ളൂ എന്നുള്ള അടിസ്ഥാന സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ അർദ്ധ അതിവേഗ റെയിൽപാത, പിന്നീട് അത് അതിവേഗ റെയിൽപാത ആക്കാനായിട്ട് സാധിക്കുന്ന ആ ഒരു പരിപാടി ആരംഭിക്കുന്നത്. അതിന്റെ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് തോമസ് ഐസക്കിന്റെ കാലത്താണ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള നടപടികൾ തുടങ്ങി വെക്കുന്നത്. രണ്ടാമതൊരു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇനി ഒരിക്കലും ഇവര് അധികാരത്തിൽ വരരുത് എന്നുള്ള പൂർവ്വ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മാധ്യമങ്ങളെതിരെ തിരിയാണ്. ഒരു വാഴയ്ക്ക് ലേലം വിളിച്ച് കിട്ടിയ പൈസ കിട്ടി എന്ന് പറഞ്ഞിട്ട് ആഘോഷമാക്കുന്ന മാധ്യമങ്ങള് ട്രെയിനിൽ ഇപ്പൊ തളർന്നു വീഴുന്ന ഈ സാധാരണക്കാരെ കാണുന്നില്ല. നിവൃത്തികേട് കൊണ്ടാണ് വാർത്ത കൊടുക്കുന്നത്. അത് വാസം നിവൃത്തികേട് തന്നെ. അത് ആരും സംശയമില്ല, ഇത് ഓർക്കാണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാ. അതിന് വേറൊരു അർത്ഥങ്ങളൊന്നും ഇവർ കാണുന്നില്ല. അപ്പൊ പഴയ ഞങ്ങൾ മൂലമാണ് കിട്ടിയത് എന്ന് പറയാനായിട്ട് 10-15 പോകില്ല, 3 ട്രെയിൻ ഇട്ടാൽ ഈ തിരക്ക് കഴിയില്ല. അത്രയധികം മനസ്സിലാക്കണം. ടി.ഡി. രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ആ വലിയ എഴുത്തുകാരൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം റെയിൽവേയിലായിരുന്നു. കൊച്ചി വരെയുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത് 1898 അതിന്റെ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. 1902 ആ ട്രെയിൻ വന്ന് നിൽക്കുന്നത്. ആ ട്രെയിനിന്റെ ആ വഴി അല്ലെങ്കിൽ ആ ഒരു റെയിൽപാളം നിർമ്മിച്ചിരിക്കുന്ന രീതി, ആ രീതി ഇന്ത്യയിലല്ല ലോകത്തിലെ ഏറ്റവും മോശം നിർമ്മാണമെന്ന് പറയണേ. കയറ്റ ഇറക്ക വളവുകൾ ഇത് നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നികേഷ് കുമാർ പറഞ്ഞ പോലെ എണ്ണിട്ട് നിർത്താൻ പറ്റില്ല. അത് എപ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ കേരളത്തിനോട് എല്ലാ കാര്യങ്ങളിലും സാർ ഇതിന്റെ ഒരു പരമ്പര ആരംഭിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം. പക്ഷേ പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തനം സാർ നോക്കിയോളൂ. ഒരു ദിവസം അവര് ഉദ്ദേശിക്കുന്ന ഒരു വിവാദം ഉണ്ടാക്കി അന്ന് വൈകുന്നേരം വരെ അത് കത്തിക്കുകയും പൊതുവായിട്ടുള്ള വാർത്തകളെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മാധ്യമ അജണ്ട നടപ്പാക്കുന്ന ഈ കാലത്ത് നമ്മൾക്ക് സാധ്യമാവുന്ന രീതിയിലെങ്കിലും ഓരോരോ വ്യക്തികളും
അതിന് വാർത്തകളെ പ്രതിരോധിക്കേണ്ട കാര്യമാണ്. അതാണ് എല്ലാവരും ഒരുപാട് പേര് ചെയ്യേണ്ടതാണ്. വാർത്തകളെ ഒരുപാട് ജനങ്ങളിലേക്ക് ലൈക്ക് മൈൻഡിന്റെ ആൾക്കാര് ഇതിൽ വന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് ഇവരുടെ ഈ അഹങ്കാരവും ഇവരുടെ തോന്നിവാസവും നിർത്താണ്ട് പറ്റില്ല. അങ്ങനെ നിർത്താൻ പറ്റുള്ളൂ. എല്ലാ ജനങ്ങളും ഇതിന് പ്രതിരോധിക്കാൻ വേണ്ടി കൂട്ടായ്മ, ഒരു വലിയൊരു കൂട്ടായ്മ തന്നെ വേണം. തോന്നിയ പോലെയാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരനെയും പരാമർശിക്കുന്ന, അദ്ദേഹത്തിന്റെ മുൻ നിലപാടും ശേഷമുള്ള നിലപാടൊക്കെ പരാമർശിക്കുന്ന ഒരു പരമ്പര ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ 2 or 3 എപ്പിസോഡായിട്ടായി ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു കാര്യം സാർ പറയട്ടെ, നമ്മുടെ NH66 അതിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2015 UDF സർക്കാരിന്റെ കാലത്ത് VD സതീശനൊക്കെ ഭരണത്തിലിരിക്കുന്ന ആ കാലത്ത് പണി നിർത്തിപ്പോയതാണ്. എങ്ങനെയാണ് അവിടെ സ്ഥലം ഏറ്റെടുത്ത് പണി തുടങ്ങിയത്? മനോരമ ഒന്ന് അന്വേഷിക്കണം, മാപ്രകളൊന്ന് അന്വേഷിക്കണം. കാരണം കേരളം എങ്ങനെ മുന്നോട്ട് നടക്കണം എന്നുള്ളത്. ഗെയില്, പിന്നെ എടമൺ ഒരു ഇതില്ലേ, പവർ ഹൈവേ. അല്ല, കേരളത്തിൽ ഇനി മുന്നോട്ട് നടക്കരുത് എന്നുള്ളതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കൊലവിളി കേരളം ആകെ പട്ടിണി കടന്ന് നശിച്ചു പോകണം. ഇവരുടെ ആഗ്രഹം അതാ. അപ്പോ സാധാരണ ജനങ്ങളായ ഞാൻ ബിജു പോയിത്ര, മദൻ ഗോപാൽ, നന്ദി, നമസ്കാരം. ആർക്കാണ് ഇത്ര പെട്ടെന്ന് 14 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിൽ എത്തേണ്ട ഒരു കാര്യം എന്താണ്? 12 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിലേക്ക്. ഇപ്പൊ ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞങ്ങള് കേരളയിൽ കൊണ്ടുവരും.